അപ്പോൾ ബിഗ് ബോസ് ലൈവ് പ്രൊമോ അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. ഇന്ന് നിങ്ങൾ കണ്ടു കാണും, അനീഷും നമ്മുടെ അക്ബറും തമ്മിലുള്ള ഒരു ഫൈറ്റിംഗ്. ലാലേട്ടൻ ബ്രേക്ക് എടുത്ത് പോയ സമയത്തായിരുന്നു ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റിംഗ് എന്ന് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, അനീഷ് നമ്മുടെ ഈ ബിഗ് ബോസിൻ്റെ തുടക്കത്തിലെല്ലാം തന്നെ ഗുഡ് മോർണിംഗ് ബിഗ് ബോസ് എന്നായിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് സുപ്രഭാതം ബിഗ് ബോസ് എന്നാക്കി മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ബ്രേക്ക് എടുത്ത് പോയ സമയത്ത് അക്ബർ അനീഷിനെതിരെ ചാടുകയാണ്. ആ സമയത്ത് അനീഷ് പറയുന്നുണ്ട്, നീ നട്ടാൽ കുരുക്കാത്ത നുണ പറയരുത് അക്ബറെ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാളും തമ്മിൽ ക്ലാഷ് ഉണ്ടാവുകയും വലിയൊരു വാഗ്വാദത്തിലേക്ക് അത് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം ഒരു കാരണവശാലും അത് സമ്മതിച്ചു കൊടുക്കാൻ നമ്മുടെ അനീഷ് തയ്യാറാവുന്നില്ല. ആ ഒരു തമ്മിലുള്ള അടിയുടെ സമയത്താണ് ലാലേട്ടൻ ബ്രേക്കെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. ആ സമയത്ത് ചെവിട് പൊത്തിക്കൊണ്ട് വരുന്ന ലാലേട്ടനെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് നമ്മുടെ അനീഷിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അനീഷ് ഈ കേൾക്കുന്നത്? തുടക്കത്തിൽ അനീഷ് എന്തായിരുന്നു ഗുഡ് മോർണിംഗ് എന്നായിരുന്നോ പറഞ്ഞിരുന്നതെന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, അതേ ലാലേട്ട, ഞാൻ ആദ്യം ഗുഡ് മോർണിംഗ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്, എന്നാൽ ഇപ്പോൾ അത് ഞാൻ മാറ്റി സുപ്രഭാതം എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, അത്രയും കേട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ അവിടെ ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിലൊരു കാര്യം നമുക്ക് പറയാൻ വേണ്ടിയുള്ളത്, നമ്മൾ ലാലേട്ടൻ ഈ തുടക്കത്തിലെ കുറച്ച് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ ലാലേട്ടൻ പറഞ്ഞിരുന്നു, ഇതിൽ ഏറ്റവും കൂടുതൽ എല്ലാ മത്സരാർത്ഥികളും ഇംഗ്ലീഷ് വേർഡുകൾ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പരമാവധി ഇതൊരു മലയാളം ബിഗ് ബോസ് ഷോയാണ്, ഇതിൽ നിങ്ങൾ മലയാളം കൂടുതലായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കണമെന്ന് നമ്മുടെ ലാലേട്ടൻ തന്നെ എല്ലാ മത്സരാർത്ഥികളോടും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മുടെ അനീഷ് എന്താക്കിയത്, അത് ഗുഡ് മോർണിംഗ് മാറ്റിയിട്ട് സുപ്രഭാതം എന്നാക്കി മാറ്റിയത് എന്നുള്ളതാണ്. സുപ്രഭാതം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അതൊരു കൊണ്ടന്റാക്കി മാറ്റാൻ വേണ്ടി അക്ബർ ശ്രമിക്കുകയും അതങ്ങനെ തന്നെ ആയി മാറുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റും കാണാൻ വേണ്ടി സാധിക്കുകയില്ല. പക്ഷേ അനീഷിന് അറിയാവുന്ന എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഒരു നല്ലൊരു ഗെയിം പ്ലാനോട് കൂടി തന്നെയാണ് വന്ന് കളിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലോ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളോ ഒന്നും തന്നെ പുതുതായിട്ട് ഒന്നും തന്നെ കിട്ടാൻ വേണ്ടി സാധ്യതയില്ല. കാരണം ഇതും അദ്ദേഹം സുപ്രഭാതം പറഞ്ഞുകൊണ്ട് മലയാളി പ്രേക്ഷകരെ കയ്യിലെടുക്കാനുള്ള പരിപാടിയാണ് ലാലേട്ട എന്ന രീതിയിലാണ് അക്ബർ പറഞ്ഞു വെക്കുന്നത്. അത് അങ്ങനെ തന്നെ ആവട്ടെ, അങ്ങനെ തന്നെയാണ് എങ്കിൽ ജനങ്ങൾ അത് ഏറ്റെടുക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലാൻ വിജയിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹം മൈന്യൂട്ട് പോയിന്റ് വരെ പഠിച്ച് 5 വർഷം കാത്തിരുന്നതിന് ശേഷമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിലേക്ക് പോയത്. തീർച്ചയായിട്ടും അദ്ദേഹം തരുന്ന ഓരോ കണ്ടന്റും വിലപ്പെട്ടതായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ഒരു കാര്യത്തിൽ നമുക്ക് അക്ബറിനെ തള്ളിപ്പറയേണ്ടതായിട്ട് വരും. കാരണം മലയാളം ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ട വാക്ക് എന്ന് പറയുന്നത് മലയാളം തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ ആദ്യം തെറ്റ് പറ്റിയാലും പിന്നെ അത് തിരുത്തുക എന്നുള്ളതാണ് മനുഷ്യ സഹജമായി ചെയ്യേണ്ടത്. ആ കാര്യം തന്നെയാണ് നമ്മുടെ അനീഷ് ഏട്ടൻ ചെയ്തത്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ നമ്മൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. വീണ്ടും നല്ല ലൈവ് പ്രൊമോ ആയിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം.